ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിനായി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും റൈസിൻസും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ചെറുതായി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ നന്നായി ചിക്കിയെടുക്കാം. ഈ മുട്ടയുടെ മിക്സ് ഡ്രൈ ആയി വരുന്നത് വരെ ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇതായി കാണുന്ന പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1.5 കപ്പ് പാൽപ്പൊടി, 2 സ്പൂൺ പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം. ഇത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. 2 വലിയ പഴമാണ് ഇതിന് വേണ്ടത്. ഇനി ഈ പഴം നമുക്ക് ഇതുപോലെ നൈസായി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നാൽ ഇതിലേക്ക് 2 സ്പൂണ് ഗീ ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ അടുപ്പിച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഫുള്ള് കവറായി വരുന്ന രീതിയിലാണ് പഴം വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച മുട്ടയുടെ മിക്സ് ഇതിന് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഗ്യാപ്പിൽ എത്തുന്ന രീതിക്ക് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ഫില്ലിങ് കൂടി ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കണം. മുട്ടയുടെ ഫില്ലിങ് ഇട്ട് കൊടുത്ത ശേഷം ബാക്കിയുള്ള പഴം ഇതിന് മുകളിലായി വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം വെച്ചതുപോലെ തന്നെ ഫുള്ളായി കവറായി വരുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുക്കണം.
ശേഷം ഇതിന് മുകളിലായി വീണ്ടും മുട്ടയുടെ മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ മുട്ടയുടെ മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇത് മൂടിക്കൊടുത്ത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇപ്പോൾ ഇതാ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ള ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ ഒരു ഹൈപ്പ് എന്ന പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതുകൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.